നല്ല രസമുണ്ടല്ലേ? പിന്നെ അടിപൊളി, ഒരു ഹീറോയിൻ ലുക്ക് അടിപൊളി, അടിപൊളി. അല്ലേ? അതെ, എം ജി അങ്കിളുടെ കിടിലൻ പാട്ടെന്ന് പറഞ്ഞപ്പോൾ ആ ലിസ്റ്റിലോട്ട് നോക്കിയത് ഇത് കിടിലോൽ കിടിലൻ പാട്ടാണ്. ഇത് കേരളത്തിന്റെ നാഷണൽ ആന്തം. അതെ അതെ അതെ, അങ്ങനെ കുറെ നാഷണൽ കിട്ടിയെന്നെ. അത് ഈ ചിലത് കേട്ട് കേട്ട് ചെടിച്ചിട്ട് പണ്ട് ആൾക്കാർ കൂവി വെളുപ്പിച്ചിട്ടുണ്ട്. അതായത് ആ സുന്ദരി ഒന്നൊരുങ്ങുക എന്നുള്ള പാട്ടില്ലേ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മറക്കില്ല ചില കൂവലൊന്നും. കാരണം നല്ല വെയിറ്റ് ആയിട്ട് വന്ന് വീഴുന്ന കൂവലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ നമ്മുടെ നെഞ്ചത്ത് കിടക്കും. കാരണം ഞാൻ ഇപ്പോഴേ സെനറ്റ് ഹാളില്, അപ്പൊ അന്ന് പാടിക്കഴിഞ്ഞ് ഇത് എല്ലായിടത്തും കൂടെ പാടിയിട്ട് പിന്നെ ഇനി പാടിപ്പോരുമെന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴേ ഇതുപോലൊരു ഗാനം വേണം വന്ന് സെനറ്റ് ഹാളില്. ആരോ ഒരുത്തൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു സുന്ദരി പാടണം. ഞാൻ വിചാരിച്ചു പാടിക്കളയാം സുന്ദരി. അപ്പൊ അവിടെ ആദ്യമേ കൂവുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സന്തോഷമായിരിക്കും. ഇവിടെ തീർന്നപ്പോ ഒന്നടങ്കം ഒരു അടപടല ഒരു സാധനം ഇങ്ങോട്ട് അങ്ങനെയൊക്കെ വരും. അതായത് ഇപ്പോഴും സുന്ദരിയൊക്കെ പാടി ഇപ്പോഴേ ഞാൻ പറയുന്നത് ഇയേഴ്സ് ബാക്ക് ആണ്. കാരണം അന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ആയിരുന്നു. അതായത് പാടിപ്പാടി ഒരുപാട് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഗാനം വിളിക്കാൻ സുന്ദരി ഒന്നൊരുങ്ങി ഇത് തന്നെയല്ലേ. ചിലപ്പോ സന്തോഷം കൊണ്ടുള്ള അല്ലല്ല എനിക്കതറിയാം. അല്ലല്ല, അത് കേട്ടാ മനസ്സിലാവും. അതല്ല. അപ്പൊ ഡീറ്റെയിൽസ് അറിയാമല്ലോ. അഭിമന്യു, രവിചേട്ടൻ മ്യൂസിക്, കൈതപ്പുറം എഴുതി, ഞാനും ചിത്രം കൂടെ പാടിയ പാട്ടാണ്. എനിക്ക് കുറച്ച് പോർഷനേ ഉള്ളൂ ദൈവാധീനത്തിന്. എന്താ അപ്പൊ എന്താ പറയുന്നത്? തുടങ്ങാം, നമുക്ക് തകർത്താലോ? ഓൾ ദി ബെസ്റ്റ്. നമുക്ക് തകർക്കാം. ഓൾ ദി ബെസ്റ്റ്. Jumala
സൂപ്പർ